സാറിന്റെ കൗമാരകാലം തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ സാറിനെ. മമ്മിയില്ലാതെ കഷ്ടപ്പെട്ടല്ലേ സാറിന്റെ പപ്പ സാറിനെ വളർത്തിയത്. സാറിന്റെ പപ്പ മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ സാറിന്റെ ഭാവി ജീവിതത്തെ പറ്റിയായിരുന്നു. ഇപ്പൊ എന്തിനാ ജോസഫേട്ട ഇതൊക്കെ പറയുന്നേ? എന്റെ പപ്പയും അമ്മയും കൂടെ ഇല്ലെങ്കിലും ആ സ്നേഹവും കരുതലും ഒക്കെ നൽകാൻ ജോസഫേട്ട വിടില്ലേ? അത് പോരെ സാർ. ഞാനിവിടെ എത്ര നാൾ സാറിന് വേണ്ടി കാത്തുകെട്ടി കിടക്കും? കുറച്ചുനാൾ കഴിയുമ്പോ എനിക്ക് വയ്യാണ്ടായാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവില്ലേ? കാനഡയിലെ മോനും മരുമോളും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. സാറിനെ ഉദ്ദേശിച്ച് മാത്രമാ ഞാൻ പോവാത്തത്. ഒരിക്കൽ എനിക്ക് പോവേണ്ടി വന്നാൽ സാറിന് പിന്നെ കൂട്ടിനാരുണ്ട്? ഈ തനിച്ച് ജീവിക്കാൻ പഠിച്ചവന് കൂട്ടെന്തിനാ ജോസഫേട്ടാ? അങ്ങനെ പറയരുത് സാർ. നമ്മുടെ ജീവിതം തനിയെ നടന്നു തീർക്കാനുള്ളതല്ലെന്ന് ആദ്യം സാർ മനസ്സിലാക്കണം. സാറിത് കേൾക്കണം. ഞാൻ സാറിനെ പോലെ പുസ്തകങ്ങൾ പഠിക്കുന്ന സൈക്കോളജിസ്റ്റ് അല്ല. എന്റെ സൈക്കോളജി ഒരു സാധാരണ മനുഷ്യന്റേതാ. കടമറ്റ തച്ചൻ പറയാറുണ്ട്, ഭൂമിയിൽ പരാഗണം നടന്നില്ലെങ്കിൽ പ്രകൃതി ശുഷ്കമായി പോകുമെന്ന്. ഈ ലോകം മരുഭൂമിയാകും. ജോസഫേട്ട എന്താ പറഞ്ഞു വരുന്നേ? സാറേ, ജീവിതത്തിൽ കാത്തിരിക്കാനും കൂടെ നടക്കാനും സുഖദുഃഖങ്ങൾ പങ്കിടാനും ഒരു പങ്കാളിയെ വേണം. സാറിനൊരു പങ്കാളി വേണ്ടേ? കുറെ കാലമായിട്ട് ജോസഫേട്ട ഇതൊന്നും എന്നോട് പറയാറില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നല്? അല്ലേനി എനിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ ആരെങ്കിലും ജോസഫേട്ടൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് ജോസഫേട്ടന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ജോസഫേട്ടൻ പോയി അത്താഴം വിളമ്പിയേക്ക്. ഗബ്രിയേൽ സാറിന്റെ ഈ ചിന്താഗതി എന്നു മാറും? ഏതെങ്കിലും പെൺകുട്ടി സാറിന്റെ ജീവിതത്തിലേക്ക് വരുമോ? എല്ലാം കർത്താവെ നീ തന്നെ കാത്തോളണേ. ഇതെങ്ങനെ എന്റെ ബെഡ്റൂമിൽ വന്നു? ജോസഫേട്ടാ, ജോസഫേട്ടാ, ജോസഫേട്ട ഈ പുതപ്പ് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താ? എന്താ സാറേ ഇതെന്താ? ഇതാ കമ്പിളി പുതപ്പല്ലേ? സാറിന്റെ വണ്ടിയിൽ നിന്ന് കിട്ടിയ പുതപ്പ്. എടോ, ആ പുതപ്പ് തന്നെയാ ഇത്. അല്ല, ഇതെങ്ങനെ എന്റെ ബെഡ്റൂമിൽ വന്നെന്നാ ഞാൻ ചോദിച്ചത്. സാറേ, ഇത് ഞാൻ മടക്കി പുറത്തു വെച്ചിരുന്നതല്ലേ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓർക്കാപ്പുറത്ത് സാറെങ്ങാനും എടുത്തോണ്ട് ഇവിടെ വെച്ചതാണോ? എനിക്കതിന്റെ ആവശ്യം എന്താ? പിന്നെങ്ങനെ സാർ പുറത്തു വെച്ച പുതപ്പ് ഇവിടെ വന്നു? സാറേ, ഈ കമ്പിളി പുതപ്പ് ഒരു പ്രശ്നമാ. ഈ സാധനം കത്തിച്ചു കളയാന്ന് സാറിനോട് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. ഈ പുതപ്പ് അന്വേഷിച്ച് സർവീസ് സെന്ററിൽ നിന്ന് ആരും വിളിച്ചില്ലല്ലോ. ആ സ്ഥിതിക്ക് ഈ സാധനം നമ്മളെന്തിനാ ഇവിടെ സൂക്ഷിക്കുന്നേ? ജോസഫേട്ട ഇതെടുത്തോണ്ട് പോയി പുറത്തിട്. പുറത്തുകൊണ്ടുപോയി ഇത് തീയിട്ട് കളയട്ടെ സാർ. അത് ചെയ്യരുത്. ഈ പുതപ്പിനെ നശിപ്പിച്ചു കളഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വ്യക്തിയുടെ ലക്ഷ്യം അറിയാൻ കഴിയാതെ പോകും. ഇത് വീണ്ടും ഇവിടെ സൂക്ഷിക്കണമെന്നാണ് സാർ പറയുന്നേ. ഇനി സർവീസ് സെന്ററിൽ നിന്ന് ആരെങ്കിലും വന്നാലോ? ഇത് നശിപ്പിക്കണ്ട, പുറത്തുകൊണ്ടേ സൂക്ഷിച്ചു വെച്ചേക്ക്. ഓ, എന്നാൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇത് ഈ മുറി കണ്ടു. നാളെ വീട്ടിനകത്ത് വേറെ എവിടെയെങ്കിലും കാണുമെന്ന് ആർക്കറിയാം? എന്താ ജോസഫേട്ടാ, ഈ പുതപ്പ് കയ്യിലെടുത്തപ്പോ എന്തെങ്കിലും തോന്നിയോ? ഏയ്, എനിക്കൊന്നും തോന്നിയില്ല. ജോസഫേട്ടൻ പുറത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ച പുതപ്പ് എങ്ങനെ ഈ മുറിയിൽ വന്നു? ആ കമ്പിളി പുതപ്പിന് പിന്നിൽ എന്തോ ഒരു കഥയുണ്ട്. ആർക്കോ ഒരു കഥ പറയാനുണ്ട്. ഇന്ന് രാത്രി തന്നെ ആ കഥ ഞാൻ പുറത്തു കൊണ്ടുവരും. ജോസഫേട്ടാ, എന്താ ജോസഫേട്ടാ? ജോസഫേട്ടാ, ജോസഫേട്ടാ. എന്താ സാർ? എന്താ സാറേ? സാറെന്താ ഇങ്ങോട്ട് വന്ന്? അത് ഞാൻ ജോസഫേട്ടൻ
സാറിന്റെ മുഖം എന്താ ഒരുമാതിരി പേടിച്ച പോലെ?